വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ത്യയിൽ ആദ്യമായി ഒരു സിറ്റി ബെഗിംഗ് അഥവാ യാചന അല്ലെങ്കിൽ ഭിക്ഷ ചോദിക്കുന്നത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ജാനുവരി 1, 2025 മുതലാണ് ഈ ഒരു കാര്യം നടപ്പിലാക്കുക. ഭിക്ഷ ചോദിക്കുന്നവർ മാത്രമല്ല, ഭിക്ഷ ചോദിക്കുന്നവരെ സഹായിക്കുന്നവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഒരുപാട് റിപ്പോർട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഭിക്ഷ ചോദിക്കുന്നവർ ഒരുപാട് ക്രൈംസിൽ, ഇല്ലീഗൽ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുള്ളത് ഇവര് ഡ്രഗ് സെല്ലിങ്ങും കൂടി ഇവർ ചെയ്യുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്സ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു ഇല്ലീഗൽ ആക്ടിവിറ്റീസ്, കിഡ്നാപ്പിംഗ്, അതുപോലെ റോബറീസ്, അങ്ങനെ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള പ്രവർത്തികൾ ഇവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേസമയം കൺസേൺ ആയിട്ട് രണ്ട് കാര്യമാണ് കൺസേൺ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊരു സിറ്റിയിൽ മാത്രമാണ് ഇത് നടക്കുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ സിറ്റിയിലാണ് ഈ ഒരു ബാൻ ചെയ്യുന്നത്. എന്നാൽ അതിന്റെ അടുത്തുള്ള സിറ്റി ആവട്ടെ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ആവട്ടെ, അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റ് ആവട്ടെ, അവർ വെച്ചിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്, ഇവിടെ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾക്കാർ എന്ത് ചെയ്യും, മറ്റു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ സിറ്റിയിലേക്കോ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലേക്കോ മാറും, അപ്പുറത്തേക്ക് പോകും എന്നുള്ള ഒരു കൺസേൺ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കൺസേൺ ആണ് ജെന്യൂൻ ആയിട്ട് ബെഗ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മളുടെ ഇന്ത്യ എന്ന ഒരു രാജ്യത്ത് പോവേർട്ടി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ജെന്യൂൻ ആയിട്ട് ഭിക്ഷ ചോദിക്കുന്നവരും ഉണ്ടാവും. അപ്പം അവർക്ക് ഉള്ള ഒരു സൊല്യൂഷൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതായത് അങ്ങനെ ബുദ്ധിമുട്ടാകുന്ന അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ള ഒരു മാർഗനിർദ്ദേശം ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അതൊരു പ്രശ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. And thanks for watching me and stay tuned for another video. Okay, thank you.